സ്വാഗതം. മറന്നുകളയാനുള്ളതല്ല, ഓർത്തുവെക്കാനുള്ളതാണ് ബാബരി. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന ദീർഘശ്വാസത്തിൽ മറവിയുടെ കയത്തിലേക്ക് തള്ളിക്കളയാനുള്ളതുമല്ല ബാബരി എന്ന നാമം. ലോകത്തിലെ ഏറ്റവും വലിയ മതരാഷ്ട്രമെന്ന അവകാശത്തിനുമേൽ, അവിടെ ഭീതിയുടെ കരിമ്പടത്തിനുള്ളിൽ തനിക്ക് നേരെ നീണ്ടുവരുന്നൊരു ശൂലവും പ്രതീക്ഷിച്ചിരിക്കുന്നൊരു ജനതയ്ക്ക് മേൽ ആഞ്ഞടിച്ചൊരു ആണിയാണത്. നീതിക്ക് മേൽ അവരുടെ ശേഷിച്ച നേരിയ പ്രതീക്ഷയെ കീറിമുറിച്ച് ഇല്ലാതെയാക്കിയ നോവേറുന്നൊരു വിധിയുടെ ഓർമ്മകളാണ്. ഇതൊന്നും മറന്നു കളയാനുള്ളതല്ല. നീതിക്കായുള്ള സമരങ്ങൾക്ക് കരുത്താവാൻ ഊതിയൂതി ജ്വലിപ്പിച്ചു കൊണ്ടേയിരിക്കുവാനുള്ളതാണ് അനീതിയുടെ ഈ കനൽ തരികൾ. 3 പതിറ്റാണ്ടും 2 വർഷവും പിന്നിട്ടിരിക്കുന്നു ബാബരി മസ്ജിദ് തച്ചു തകർക്കപ്പെട്ടിട്ട്. 1992 ഡിസംബർ 6 സകല നിയമ സംവിധാനങ്ങളെയും സാക്ഷി നിർത്തിയാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അവിടേക്കെത്തിയ കർസേവകർ ബാബരി തച്ചു തകർത്തത്. ബാബരിയുടെ മിനാരങ്ങൾ തകർന്നു വീണ ആ നിമിഷങ്ങളിൽ ഇതേ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഫാഷിസ്റ്റ് നേതാക്കൾ നൃത്തം ചവിട്ടി. 464 വർഷം ഫൈസാബാദിൻ്റെ മണ്ണിൽ തല ഉയർത്തി നിന്ന ബാബരി, 421 വർഷം നിത്യവും ബാങ്കുലികൾ മുഴങ്ങിക്കെട്ട ബാബരി, ഈ മസ്ജിദിൻ്റെ നിയമ പോരാട്ടങ്ങളുടെ ചരിത്രത്തിന് 166 വർഷത്തെ ദൈർഘ്യം പോലുമുണ്ട്. 1885 തുടങ്ങി 2019 നവംബർ 9 സുപ്രീം കോടതിയുടെ അന്യായവും വിചിത്രവുമായ വിധിന്യായത്തിൽ അവസാനിച്ച പോരാട്ട വഴികൾ ഇന്ത്യൻ മതേതരത്വത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു നീക്കമോ സമവായമോ ആയിരുന്നില്ല ബാബരി വിധി എന്ന് നമുക്ക് പറയാം. മറിച്ച് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് മേൽ ശേഷിക്കുന്ന സൗഹാർദ്ദത്തിനും പ്രതീക്ഷയ്ക്കും മേൽ തെളിച്ചു കയറ്റാൻ ഫാഷിസത്തിൻ്റെ തേരുകൾക്കും തേരാളികൾക്കും ലഭിച്ച ഇന്ധനമായിരുന്നു, ഊർജമായിരുന്നു. ഗ്യാൻവാപ്പി, സംഭൽ, മധുര, അജ്മീർ, ഷംസി, ബാബരിക്ക് പിറകെ സംഘപരിവാർ ആയുധങ്ങൾ ഓങ്ങി നിൽക്കുന്നത് ഇങ്ങനെ അനേകം മസ്ജിദുകളിലേക്കാണ്. ബാബരി വിധിയിലൂടെ കോടതി പകർന്നു നൽകിയ ധൈര്യത്തിൽ ഊന്നിയാണ് ഓരോ മസ്ജിദുകളുടെ മിനാരങ്ങൾക്ക് നേരെയും അവർ ഉന്നം വയ്ക്കുന്നത്. രാജ്യത്തെ ആരാധനാലയങ്ങളുടെ സ്വഭാവം 1947 ഓഗസ്റ്റ് 15 ഉണ്ടായിരുന്ന അവസ്ഥയിൽ തന്നെ നിലനിർത്തും എന്ന് ശാസിക്കുന്ന 91 ആരാധനാലയ സംരക്ഷണ നിയമം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. ഹർജിയിൽ കോടതി അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടെങ്കിലും കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവർ കാത്തിരിക്കുകയാണ്. നിയമം പുനഃപരിശോധിക്കണമെന്ന് പറയാൻ ഉതകുന്നൊരു സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെടുന്നതിനായി. ഗ്യാൻവാപ്പി മുതൽ ഡൽഹി ജുമാ മസ്ജിദിൽ വരെ പൊങ്ങി വന്ന അവകാശവാദങ്ങൾ അതിനുള്ള ഭൂമികയൊരുക്കലാണെന്ന് വേണം കരുതാൻ. ബാബരിയിൽ അവർ ചെയ്തതും ഇത് തന്നെയായിരുന്നു. രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് പള്ളി തകർത്തു. അങ്ങനെ തുടങ്ങി രാമക്ഷേത്രത്തിലേക്ക് അവർ വെട്ടിയൊരുക്കിയ നിയമവഴികൾ നാം കണ്ടതാണ്. തച്ചു തകർക്കപ്പെടാതെ ബാബരി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിധി ഇങ്ങനെയാകുമായിരുന്നില്ല. അല്ലെങ്കിലും ന്യായവും അന്യായവും ഏറ്റുമുട്ടിയിടത്ത് തീർപ്പ് ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള സമവായമല്ലല്ലോ. നീതിയാണ് തീർപ്പ്, നീതിയാണ് പരിഹാരം. നീതിയെ ഭൂരിപക്ഷ സമവായത്തിനായി ബലി നൽകുമ്പോൾ സംഭവിക്കുന്നത് അനീതിയുടെ ജനനമാണ്. ഒരു നീതി നിഷേധം ജന്മം നൽകുന്നത് അനേകായിരം അനീതികൾക്കാണ്. അതാണിപ്പോൾ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. ഇതനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഡിസംബർ 6 മറക്കാതിരിക്കുക. അനീതിയിൽ നിന്നും നീതിയെ വീണ്ടെടുക്കാനായി നീതിയോ നിയമാനുസൃതമായോ നാം സംസാരിച്ചു കൊണ്ടേയിരിക്കുക.